ഹായ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് CBSEയിലെ ട്രയാങ്കിൾസ്, 10th ട്രയാങ്കിൾസ് ആണ്. ഈ ട്രയാങ്കിൾസിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ കൊല്ലത്തിൽ പഠിച്ച കുറേ കാര്യങ്ങൾ ഇപ്രാവശ്യം വരുന്നുണ്ട്. ഞാൻ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ട്രയാങ്കിൾസിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പ്രൂഫ്സ് ഉണ്ട്. ഇന്നാകെ ഒരു പ്രൂഫ്, അത് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. സെക്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്, നോക്കാം. കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ അല്ല, കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എ കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ്? ഇപ്പം ഞാനൊരു ട്രയാങ്കിൾ, നമ്മൾ ട്രയാങ്കിളാണല്ലോ എടുക്കുന്നത്. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു, 2 ട്രയാങ്കിൾ. ഇത് സപ്പോസ് ഇത് രണ്ടും സെയിം സൈസാണ്. ഓക്കെ, ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. അതേമാതിരി ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ. അതേമാതിരി ആംഗിളും സെയിം ആണ്, ഇതിൻ്റെ ഫുൾ ആംഗിൾ സെയിം ആണ്. ഓക്കെ, ഇതിൻ്റെ ആംഗിളും സെയിം ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം, അതായത് ഈ ഒരു സാധനം, ഈ ഒരു ട്രയാങ്കിളിനെ നേരെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഫിഗറിനെയാണ് നമ്മൾ കോൺഗ്രുവൻ്റ് ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കോൺഗ്രുവൻ്റ് ഫിഗർ എന്നാണ് ഞാൻ പറഞ്ഞത്. ദേ ഹാവ് ദ സെയിം ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക, സൈസ് സെയിം ആയിരിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ആംഗിൾസും സെയിം ആയിരിക്കും. അങ്ങനെയുള്ളൊരു ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺഗ്രുവൻ്റ് ഫിഗർ. ഇനി നമുക്ക് പറയാനുള്ളത് സിമിലർ ഫിഗർ. വാട്ട് ഡു യു മീൻ ബൈ സിമിലർ ഫിഗർ? ഇപ്പം ഇതൊരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് മാത്രം സെയിം ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇറ്റ് ആംഗിൾസ് ആർ സെയിം, ഇറ്റ് സൈഡ്സ് ആർ സെയിം. ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, സൈഡും ആംഗിളും സെയിം ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത 2 സെയിം സൈസിലുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ സിമിലർ ഫിഗേഴ്സ്. അത് ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇങ്ങനെ സിമിലർ ഫിഗർ മാത്രം സെയിം ആയിരിക്കണം. ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെയൊരു സ്ക്വയർ, ഇതും ദിസ് ഇസ് എ സിമിലർ ഫിഗർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ കോൺഗ്രുവൻ്റ് ഫിഗർ. അപ്പോൾ കോൺഗ്രുവൻ്റ് എന്താണെന്നും സിമിലർ ഫിഗർ എന്താണെന്നും മനസ്സിലായല്ലോ. ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓൾ കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് ആർ സിമിലർ ഫിഗേഴ്സ് അല്ലേ? എല്ലാ കോൺഗ്രുവൻ്റ് ഫിഗർ, ഇത് രണ്ടും നോക്കൂ നിങ്ങൾ, ഇത് കോൺഗ്രുവൻ്റ് ആണ്, എല്ലാ ആംഗിളും എല്ലാ സൈഡ്സും ഈക്വലാണ്. പക്ഷേങ്കിലും ഇതിൻ്റെ ഷേപ്പും എന്താണ്? ഇതിൻ്റെ ഷേപ്പും എന്താണ്? സെയിം ആണ്. ഇതിൻ്റെ സൈഡ് ആംഗിളൊക്കെ സെയിം ആണ്, ഇതിൻ്റെ ഷേപ്പും സെയിം ആണ്. സോ ഷേപ്പ് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതൊരു സിമിലർ ഫിഗർ ആണെന്ന് പറയാം. ഓക്കെ, പക്ഷേങ്കിലും ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ അകത്ത് സൈഡും ആംഗിളും ഒന്നും സെയിം അല്ല, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സെയിം ആണ്. സോ ഈ ഷേപ്പ് സെയിം ആയതുകൊണ്ട് മാത്രം ഇതിനെ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇതിൻ്റെയും സെയിം ഷേപ്പ് ആയതുകൊണ്ട് ഇതിനെയും നമുക്ക് സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാൻ പറ്റും. പക്ഷേങ്കിലും ഇതിനെ നമുക്ക് ഒരിക്കലും കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് ആണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ സൈസും ആംഗിൾസും ഈക്വൽ അല്ല. ഇതിനെ നമുക്ക് കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് എന്ന് പറയാൻ പറ്റും, കാരണം ഇതിൻ്റെ എല്ലാ സൈഡ്സും ആംഗിളും ഈക്വൽ ആണ്. സോ ഇൻ ഷോർട്ട്, ഓൾ കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ് ആർ സിമിലർ ഫിഗേഴ്സ്, ബട്ട് ഓൾ സിമിലർ ഫിഗേഴ്സ് ആർ നോട്ട് കോൺഗ്രുവൻ്റ് ഫിഗേഴ്സ്. ഈ കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബേസിക് പ്രൊപ്പോർഷനാലിറ്റി തിയറം, അല്ലെങ്കിൽ തേംസ് തിയറം എന്നും പറയും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങളോട് ബേസിക് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ട്രയാങ്കിൾ ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ഹാഫ് B into H. ബേസ് ABC. ഇതിൻ്റെ ബേസ് ഏതാണ്? ഇതാണ് ഇതിൻ്റെ ബേസ്. ഇതിൻ്റെ ഹൈറ്റ് എന്താണ്? ഇതിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് പെർപെൻഡിക്കുലറായിട്ട് വരുന്നതാണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഹൈറ്റ് എന്താണ്? സേ ഫോർ D. ഇതിൻ്റെ ഹൈറ്റ് എന്താണ്? ഹാഫ് ഇൻറ്റു BC ഇൻറ്റു AD ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളാണ് തന്നത്. ഓക്കെ, ABC. ഇതിൻ്റെ ബേസ് എഗെയിൻ ഇറ്റ് ഈസ് BC ആണോ? പക്ഷേങ്കിലും ഇതിൻ്റെ ഹൈറ്റ് എന്താണ്?
ഇതിൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹൈറ്റ് നിങ്ങൾ ഇങ്ങനെയായിരിക്കും എടുക്കുക, അല്ലെ ഇങ്ങനെയല്ല എടുക്കുക, ഇങ്ങനെയായിരിക്കും എടുക്കുക, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഹൈറ്റ് എടുക്കുക. ഇതൊരു ഹൈറ്റാണോ ശരിക്കും? ഈ സാധനത്തിൻ്റെ ഈ ഒരു ആംഗിളിൻ്റെ ഇങ്ങനെയൊരു വരുന്നൊരു ആംഗിളിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ടാണ് വേണ്ടത്, അല്ലേ? മിഡ് പോയിൻ്റ് എന്ന്. അപ്പം നിങ്ങൾ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇത് തെറ്റാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ആംഗിളെങ്കിൽ ജസ്റ്റ് ഇതിനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യിച്ചിട്ട് ഇവിടുന്ന് ഇതിനെ കണക്ട് ചെയ്യണം. ദിസ് ഈസ് ദ ഹൈറ്റ് ABCD. ദെൻ AD ഈസ് ദ ഹൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഹാഫ് BC ഇൻറ്റു AD. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി തിയറം പഠിക്കുന്ന സമയത്ത് എഴുതുന്ന ഒരു കാര്യമാണ്. ഒരു ആംഗിൾ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ പ്രൂഫാണ് നോക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങളോട് പറയുക എന്താ വെച്ചാൽ, ഒരു ട്രയാങ്കിൾ, ഓക്കെ, ഒരു ട്രയാങ്കിളിന് പാരലായിട്ടൊരു ലൈന് വരയ്ക്കുകയാണ്. അതായത് ABC DE. BC ഈസ് പാരലൽ ടു DE. ഓക്കെ, ഇവിടെ നമ്മൾ പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ DC DE ഈസ് പാരലൽ ടു BC. നമുക്ക് അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AD ബൈ DB ഈക്വൽ ടു AE ബൈ EC. ഇത് പ്രൂവ് ചെയ്യാൻ ഇത് പ്രൊപ്പോർഷനേറ്റ് ആണ്. അതായത് ഇവിടുന്ന് ഈ ഒരു ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതും ഇതും ഈ ഒരു സൈഡിലേക്കുള്ളതും പ്രൊപ്പോർഷനാണ് എന്നാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഇത് ഇതിനോട് പാരലലാണെന്ന് മാത്രമുള്ള കാര്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. മനസ്സിലായോ? ഇതിൻ്റെ ഷെയ്ഡ് വീഴുന്നുണ്ട് ഇതിൻ്റെ മുകളിലേക്ക്. ഇതിൻ്റെ ബാക്കിലുള്ളത് ഉണ്ടല്ലേ, ഞാൻ പേപ്പർ മാറ്റാം. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. നമ്മളോട് ഇതിന് പറയുക എന്താണെന്നറിയോ? ഇതിൽ ഫസ്റ്റ് തിയറത്തിൽ ഇഫ് എ ലൈൻ ഇസ് ഡ്രോൺ പാരലൽ, ഇഫ് എ ലൈൻ ഇസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ ഓഫ് എ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ പാരലലായിട്ട് വരികയാണെങ്കിൽ ആൻഡ് ഇൻ്റർസെക്റ്റ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ABC DE, ടു ഡിഫറെൻറ്റ് പോയിന്റ്. എന്നിട്ട് എന്താ പറയുക? ദ അതർ ടു സൈഡ് ഓഫ് ഡിസ്റ്റിങ് പോയിന്റ്, ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. ഈ സൈഡും എയും ECയും അത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. AD ബൈ DB ഈക്വൽ ടു AE ബൈ EC. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാനാണ് പറയാം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, ഇതിന് നമുക്കൊരു കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ബിനെ ഇയുമായിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ ഡിനെ സിയുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മളുടെ കണക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മളോട് എന്താണ് ചെയ്യേണ്ടത്? പ്രൂഫ്. ഓക്കെ, എന്താണ് പ്രൂഫ് എഴുതേണ്ടത്? ഇൻ ട്രയാങ്കിൾ നമുക്ക് തന്നത് ആദ്യം എഴുതാം. ABC എന്താണ്? DE ഈസ് പാരലൽ ടു BC ആൻഡ് കണക്ട് BE ആൻഡ് DC. നമ്മൾ ഈ രണ്ടെണ്ണം കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ എന്താ വേണ്ടത്? നിങ്ങൾ ഈ സൈഡ് കൂടിയാണ് നോക്കുന്നത്. നമുക്ക് ഈ രണ്ട് സൈഡായിട്ട് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു സൈഡ് കൂടെ നിങ്ങളുടെ കണ്ണ് വെച്ചിട്ട് നോക്കുവാണ്. ഈ സൈഡ് കൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന രണ്ട് ആംഗിൾസ് ഏതാണ്? ഒന്ന് ADE, രണ്ട് DBE. ഈ രണ്ട് ട്രയാങ്കിളാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നത്. ഞാൻ വേറൊരു കളർ കൊണ്ട് ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾ ഈ സൈഡിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പം ഈ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ട്രയാങ്കിൾ കൂടി കാണുന്നുണ്ട്. ദാറ്റ് ഈസ് ദിസ് വൺ, അല്ലേ? ഈ സൈഡിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിളാണ് നമുക്ക് കാണുന്നത്. ഇനി അതിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൻ്റെ ഏരിയ ആണ് കാണാൻ പോകുന്നത്. ഏരിയ ഓഫ് ഫസ്റ്റ് നമ്മൾ കണ്ട ട്രയാങ്കിൾ എന്താ? ADE. ADE ബൈ ഏരിയ ഓഫ്
DBE, ട്രയാങ്കിൾ DBE ഈക്വൽ ടു AD ഇൻ്റെ ട്രയാങ്കിളിൻ്റെ ബേസ് എന്താണ്? AD ആണ് വരുന്നത് അല്ലേ? ഹാഫ് ഇൻറ്റു AD ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്താണ് മക്കളെ വരുന്നത്? ഇതിൻ്റെ ഹൈറ്റ് ഇവിടെയാണല്ലോ ബേസ്. അപ്പം ഈ ബേസ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് മുട്ടിക്കും. അതിന് നമ്മൾ എന്താണ് പേരിടുക? ഈ F എന്ന് പേരിട്ടു. അപ്പം നമ്മൾ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു തന്ന അതേമാതിരി തന്നെ പെർപെൻഡിക്കുലറായിട്ട് ബേസ് നിന്ന് പോയി ദാറ്റ് ഇസ് ഈക്വൽ ടു EF ഡിവൈഡഡ് ബൈ, ഇനി അടുത്ത ട്രയാങ്കിൾ ഇതാണ് DBE. DBൻ്റെ ബേസ് എന്താണ്? ഹാഫ് ഇൻറ്റു ബേസസ് DB ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഒപ്റ്റ്യൂസ് ട്രയാങ്കിളാണ്. ഒപ്റ്റ്യൂസ് ആവുന്ന സമയത്ത് ഹൈറ്റ് കുറച്ച് ബാക്കിലോട്ടേക്ക് എടുത്തു, ദാറ്റ് ഈസ് EF. ഓക്കെ, ഇപ്പം നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഹാഫും കട്ട് ചെയ്യാം, EFും കട്ട് ചെയ്യാം. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AD by area of triangle DBE is equal to AD by DB, which is the first equation. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കൺക്ലൂഷനാണ് ഈ കാണുന്നത്. കൺക്ലൂഷനല്ല, ഫസ്റ്റ് ഫോം നമ്മൾ ഇതിൻ്റെ കണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ സൈഡ് നമ്മൾ ഇവിടുന്ന് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മളുടെ കണ്ണ് പോകേണ്ടത് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിൽ പോകുമ്പം സെയിം വേ നിങ്ങൾ കാണുന്ന ഒരു ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ തന്നെയാണ് അല്ലേ? ഈ ട്രയാങ്കിൾ ഫസ്റ്റത്തെ AD ട്രയാങ്കിൾ തന്നെയാണ്, നമുക്ക് ADE ട്രയാങ്കിൾ തന്നെയാണ് ഈ സൈഡിൽ നിന്നും കാണുക. ബട്ട് സെക്കൻഡ് വൺ എന്താണ് മക്കളെ നിങ്ങൾ കാണുന്നത്? ഈ ട്രയാങ്കിളാണ് നിങ്ങൾ കാണുക. ഈ സൈഡിൽ നിന്നാണല്ലോ നോക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ഫുൾ DEC എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താ എഴുതുക? സെയിം വേ തന്നെ ഏരിയ ഓഫ് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADE by area of triangle DEC. ഇനി നമുക്ക് എന്താണ് ഇതേപോലെ തന്നെ നോക്കാം. ഹാഫ് ഇൻറ്റു ഇതിൻ്റെ ഏരിയ ഹൈറ്റ് എന്താ വരിക? ഇതാണ് AE ആണ് ബേസ്. ഹൈറ്റ് വരിക നേരെ ഇങ്ങനെ വന്നിട്ട് ഈ ഡിയിലേക്കാണ് കണക്ട് ചെയ്യുക. ബേസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുമ്പോൾ ഇവിടെ. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് എന്ത് പോവാം? ഈ FG എന്നുള്ള ഒരു പേര് കൊടുക്കാം. അപ്പം ഹാഫ് ഇൻറ്റു ബേസ് ഇതിൻ്റെ ബേസ് എന്താണ്? AE ആണ്. ഇൻറ്റു ഹൈറ്റ് എന്താണ്? GD ആണ് വരിക. ഡിവൈഡഡ് ബൈ, ഇനി അടുത്ത ട്രയാങ്കിൾ ഇതേപോലെ തന്നെ ഹാഫ് ഇൻറ്റു EC ആണ് ബേസ് വരുന്നത്. ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്താ വരിക? ഇങ്ങനെയൊരു ട്രയാങ്കിളാണ് വരച്ചതെങ്കിൽ കുറച്ച് നീട്ടിയിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ GDയിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ ആണെങ്കിൽ കുറച്ചുകൂടി നീട്ടിയിട്ട് നടുവിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അതിൻ്റെ ഹൈറ്റ്. സെയിം വേ നമ്മൾ ഇത് രണ്ടും കട്ട് ചെയ്തു. സോ വി വിൽ ഗെറ്റ് എന്താണ്? ഏരിയ ഓഫ് ADE ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC is equal to AE by EC. This is the second one. ഓക്കെ, ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫസ്റ്റും സെക്കൻഡും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ് പറയേണ്ടത്? ഇത് പ്രൂവ് ചെയ്യണം ഇത് രണ്ടും പ്രപ്പോർഷനാണെന്ന്. ഇപ്പം നോക്കൂ മക്കളെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ADE എന്ന് പറയുന്ന ന്യൂമറേറ്ററും ഇവിടെയും ADE ആണ് വരുന്നത്. ഡിനോമിനേറ്റേഴ്സാണ് മാറി വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ബേസ് സെയിം ആണ്. നോക്കൂ, DE ഇതിന് രണ്ടും ട്രയാങ്കിളിലും ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയൊരു ട്രയാങ്കിൾ വരച്ചു, ഇവിടുന്ന് ഇതേപോലെ ഇങ്ങനെയൊരു ട്രയാങ്കിൾ വരച്ചു. ഇങ്ങനെയല്ലേ നമ്മൾ എടുത്തത്? ഈ ഒരു പോർഷൻ മാത്രം എടുക്കാൻ. ഇതിന് ഇവിടെ ഒരു ബേസ് സെയിം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ എ പാരലൽ ലൈനാണ്. ഇത് രണ്ടും ഒരു പാരലൽ ലൈനാണ്. അതായത് ഈ ആംഗിളും എന്താണ്? ഈക്വൽ. ഈ ആംഗിളല്ല, ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്താ എഴുതാൻ പറ്റുക? ഏരിയ ഓഫ്, നമ്മൾ ഫസ്റ്റ് കണ്ടത് എന്താണ്? BDE. ഏരിയ ഓഫ് BDE ആംഗിൾ ട്രയാങ്കിൾ BDE ഈക്വൽ ടു ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ എന്താണ്? DEC. ഏരിയ ഓഫ് ട്രയാങ്കിൾ DEC രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ തേർഡ് ഇക്വേഷനിൽ പറയാണ്.
ഇതിൻ്റെ അകത്ത് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാം? ഈ ഡി ബിക്ക് പകരം ഈ ബി ഡിക്ക് പകരം ഡി സി എഴുതി കഴിഞ്ഞാലും ഇതും സെയിം ആണ്, ഇതും സെയിം ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, എ ഡിൻ്റെ ഇതും എന്താണ്, ഈ ഒരു ട്രയാങ്കിളും ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിളും ഈക്വൽ ആണ്. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ഇക്വേഷനും ഈക്വൽ ആണ്. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫസ്റ്റ് വൺ ADE by area of triangle DBE equal to area of triangle ADE by area of triangle DEC. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അറിയോ? നിങ്ങൾ നോക്കൂ, ADDB ഇവിടെ നമ്മൾ DB എന്ന് പറയുന്നത് DCക്ക് ഈക്വലാന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഡി ബിൻ്റെ പകരം ഡി സി എഴുതിയാൽ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ? അതേമാതിരി ഈ ഡി സിൻ്റെ പകരം നമ്മൾ ഇവിടെ പറഞ്ഞ് ബി ഡി എഴുതി കഴിഞ്ഞാൽ ഇതും ഈക്വലായി. അതായത് രണ്ടും ഈക്വൽ ആണെന്ന് അർത്ഥം. എ ഇസ് ഇക്വൽ ടു ബി ആണെങ്കിൽ ബി ഇസ് ഇക്വൽ ടു സി ആണെങ്കിൽ എ ഇസ് ഇക്വൽ ടു സി എന്ന് പറയുന്ന അതേ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാലും ഇതും സെയിം ആയിട്ട് വരും. ഇപ്പം നമ്മൾ മാറ്റുന്നില്ല, അതേപോലെ എഴുതി. ബട്ട് വി ഹാവ് ഓൾറെഡി മെൻഷൻ ദാറ്റ് ഈസ് ട്രയാങ്കിൾ ബി ഡി ഈസ് ഈക്വൽ ടു ഡി ഇ സി. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആവില്ലേ? അതായത് എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ഈക്വൽ ആയില്ലേ? ദിസ് ഈക്വൽ ടു ദിസ്, ഹെൻസ് പ്രൂവ്ഡ്. ഇതാണല്ലോ നമ്മളോട് ചോദിച്ച ചോദ്യം. ഓക്കെ, ഹെൻസ് ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇതിൻ്റെ കാരണം നമ്മൾ ഇവിടെ ഇവിടെ ഒരു കാരണം എഴുതാണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്താ എഴുതേണ്ടത്? ഏരിയ ഓഫ് ഇതെന്താ ബേസ്. ഇതിൻ്റെ കാരണം എന്താണ്? ഇത് നമ്മൾ ഈക്വലാന്ന് പറയാൻ കാരണം എന്താണ്? ബേസ് ഈസ് സെയിം ബേസ് ആൻഡ് triangle formed between the same parallel lines. രണ്ട് സെയിം ആയിട്ടുള്ള പാരലൽ ലൈൻസിൻ്റെ നടുവിലാണ് നമ്മളുടെ ട്രയാങ്കിൾ ഫോം ചെയ്തത്. ഇത് കണ്ടോ? ഇതുകൊണ്ടാണ് ഇതിനെ ഈക്വൽ എന്ന് പറയാൻ കാരണം ഒരു ട്രയാങ്കിൾ ഇങ്ങനെ പോയി. ഓക്കെ, അപ്പം ഈ ബേസിൻ്റെ മുകളിൽ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പം രണ്ടിനും സെയിം ബേസാണ് വരുന്നത്. ആൻഡ് ദിസ് ലൈൻ ഇസ് എ പാരലൽ ലൈൻ. ഇതിന് പാരലലാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പം ഈ രണ്ട് ട്രയാങ്കിൾ ഫോം ചെയ്തത് എന്താണ്? ഈക്വലാണ്. അത് ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മളുടെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഈക്വലായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ദാറ്റ് ഇസ് കൺവേഴ്സ് ഓഫ് BPT. വാട്ട് ഇസ് കൺവേഴ്സ് ഓഫ് BPT? അതിൻ്റെ അകത്ത് പ്രൂഫില്ല, ജസ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ. നമ്മളോട് ഇപ്പം എന്താ പറഞ്ഞത്? പാരലൽ ലൈൻ തന്നു. ഓക്കെ, എ ബി സി ഇത് പാരലൽ ലൈൻ ആണെന്ന് പറഞ്ഞു. ഇത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണെന്ന് പറയാൻ പറഞ്ഞു അല്ലേ? പാരലൽ ലൈൻ വരച്ചിട്ട് നിങ്ങളോട് പറയുകയാണ് എ ബി സി ഡി ഇ. എ ഇ ഡി ഇ ഈസ് പാരലൽ ടു ബി സി. അത് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് പറയാൻ. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണെന്ന് പറയാൻ പറഞ്ഞു. ഇതാണ് BPT. ഇനി കൺവേഴ്സിൽ എന്താണ് പറയുന്നത്? എ ഡി ബൈ ഡി ബി ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി. അങ്ങനെയാണെങ്കിൽ ഡി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഡി ആൻഡ് ബി സി എന്തായിരിക്കുമെന്നാണ് നമ്മളോട് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളൊക്കെ അറിയാം, നമുക്ക് ഡി ബൈ ഇത് രണ്ട് പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ, ഈ രണ്ട് സൈഡും പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ ഈ രണ്ട് ലൈൻ എന്തായിരിക്കും? വിൽ ബി പാരലൽ. അത് പാരലലായിരിക്കും. അത് പ്രൂവ് ചെയ്യാനില്ല, പക്ഷെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ രണ്ട് ലൈൻസും ഈ എയും ഇ സിയും പ്രൊപ്പോർഷനേറ്റ് ആണ്. എ ഡിയും ഡി ബിയും പ്രൊപ്പോർഷനേറ്റ് ആണെങ്കിൽ ഡി ഇ ആൻഡ് ബി സി ആർ പാരലൽ ലൈൻസ്. അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൻ്റെ അകത്ത് പ്രൂഫില്ലാതെ തന്നെ ജസ്റ്റ് മനസ്സിലാക്കാനാണ്. അതെന്തിനാണ് അങ്ങനെ തരുന്നത്? ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ഇത് എക്സ് ആണ്, ഇത് x+y ആണ്, ഇത് x -
-y ആണ്, ഇത് 2x ആണെന്നൊക്കെ പറഞ്ഞിട്ട് തരും. ആ സമയത്ത് നിങ്ങൾ ഇതേപോലെ ഇക്വേഷൻസ് പ്രൊപ്പോർഷനേറ്റ് ഇട്ടിട്ട് തന്നിട്ടുള്ള വാല്യൂ നോക്കിയിട്ട് അടുത്ത ഏതാണോ മിസ്സിങ് ആ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലത്തിനാണ് ഈ കൺവേഴ്സ് ഓഫ് BPT നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനല്ലാതെ തന്നെ പ്രൂഫ് അല്ലാണ്ട് തന്നെ വേറെയും കുറേ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ബേസിസ് വരുന്നുണ്ട്. ആദ്യം ഞാൻ പ്രൂഫുകളൊക്കെ പഠിപ്പിച്ചിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു തരാം. ഓക്കെ, ബേസ് മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കരുത്. നമുക്ക് ഒരു ട്രയാങ്കിൾ തന്നപ്പോൾ ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കിയിട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് നോക്കുക, അല്ലാണ്ട് വെറുതെ നിങ്ങൾ ഇതെടുത്ത് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് എന്തിനാ അത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷനാവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണം, നിങ്ങളൊരു സൈഡിൽ നിന്നാണ് നോക്കുന്നത്. ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് ADE, സെക്കൻഡ് ട്രയാങ്കിൾ ഈസ് DEB. അത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതിൽ ഏരിയ എടുത്തു കഴിഞ്ഞു, അതിൻ്റെ അടുത്തതിൽ ഇതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡത്തെയും നിങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ബൈ.